ഹലോ മക്കളെ, നമ്മളിപ്പോ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ബൂഡി കാക്കി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചെറുകയിലും കുറച്ച് ടെൻഷൻ ഉണ്ടാവും. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരും എന്നുള്ള ചെറിയ ടെൻഷൻ ഉണ്ടാവും. ആരും ഒന്നും പേടിക്കേണ്ട. നമ്മൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബൂഡി കാക്കി എന്ന ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പോവാം. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു മോഡലായിരിക്കും കേട്ടോ. അപ്പോൾ സൂചന എന്നുണ്ടാവും, നിർദ്ദേശമാണ്. ബൂഡി കാക്കി ശസ്തിക ആവശ്യപ്പെടേ. ബൂഡി കാക്കി എന്ന ഈ ബ്ലർബിന്റെ തന്നിട്ടുള്ള ഈ ഭാഗം വായിക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഭാഗം തരും കേട്ടോ. നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു പാരാഗ്രാഫ് തരും. ഈ പാരാഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതിയാൽ മതി. നോക്കുക, 1 से 4 तक के प्रश्नों के उत्तर लिखी. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തന്നിട്ടുള്ള പാരാഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എവിടെ ഉണ്ടാവും? ഈ തന്നിരിക്കുന്ന ഈ ഒരു പോർഷനിൽ ഉണ്ടാവും കേട്ടോ. अब നമുക്ക് ഈ ഒരു പാരാഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ബൂഡി കാക്കി को विधवा हुए 5 वर्ष हो चुके हैं. ബൂഡി കാക്കി വിധവയായിട്ട് വിഡോവായിട്ട് ഏകദേശം 5 വർഷമായി. उसके जवान बेटा के भी अकाल मृत्यु हुई. അവരുടെ യങ്ങറായിട്ടുള്ള മകൻ പോലും അകാലത്തിൽ മരണപ്പെട്ടു പോയി. इस संसार में बूढ़ी को अपना कहने वाला कोई नहीं. ഈ ഒരു ഭൂമിയിൽ ബൂഡിക്ക് തന്റേതെന്ന് പറയാൻ ആരും തന്നെ ഇല്ല. काकी अपनी सारी संपत्ति भतीजे के नाम करवाकर उसके साथ रहती है. നമ്മുടെ കാക്കിനെ തന്നെ അവരുടെ മുഴുവൻ സ്വത്തും അനന്തരവനായ നമ്മുടെ ബുദ്ധരാമന്റെ പേരിലാക്കിയിട്ട് അവന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇൻസാൻ കെ ലാലച്ച് കി കോയി സീമാ നഹീ ഹോത്തി. മനുഷ്യന്റെ ആർത്തിക്ക് ഒരു കുറവുമില്ല. ബുദ്ധരാം और रूबा अपनी काकी के प्रति तब तक बहुत अच्छे रहते जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. അമ്മായിയുടെ മുഴുവൻ സ്വത്തും കൊടുക്കുന്നത് വരെ അവരോട് നന്നായിട്ട് പെരുമാറി. അമ്മ എല്ലാ സ്വത്തും ബുദ്ധരാമന്റെ പേരിലാക്കിയ ശേഷം അവരോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി എന്നാണ് പറഞ്ഞു നിർത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോവാം. ബൂഡി കാക്കി കിസ്ക രചനായെ. ഇത് ഈ ഒരു കാര്യം നമ്മള് കിസ്ക രചനായെ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ആരുടെ രചനയാണ് നമ്മൾ പഠിക്കുന്നുള്ള ഓദർ ആരാന്നുള്ള കാര്യം പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ബൂഡി കാക്കി എന്നുള്ളത് ആരുടെ രചനയാണ്? യെസ്, പ്രേംചന്ദ് ഇതിലുള്ള ഒരു കഹാനിയാണ് അല്ലെ ബൂഡി കാക്കി എന്നുള്ളത്. ഓക്കെ, ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബൂഡി കാക്കി ലഘു ഫിലിം കാ നിർദ്ദേശക് കോൺ ഹേ. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ആണ് അല്ലെ. ഈ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ആണ്. ഈ ഒരു പ്രേംചന്ദ് ചെയ്തിട്ടുള്ള കഹാനിയായ ഈ ബൂഡി കാക്കി എന്ന ഈ ഒരു കഹാനിയെ ഒരു ഡയറക്ടർ ഒരു ഷോർട്ട് ഫിലിം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡയറക്ടർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസേഴ്സ് നോക്കാം. യെസ്, ഗുൽസാർ ആണ് ബൂഡി കാക്കി എന്നുള്ള ഷോർട്ട് ഫിലിം എടുത്തിട്ടുള്ളത്. ബൂഡി കാക്കിക്ക് ബേട്ടേക്കോ ക്യാ ഹുവാ. ബൂഡി കാക്കിയുടെ മകന് എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചാപ്റ്റർ പഠിച്ചെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. ആരാണ് ഈ ഒരു ചാപ്റ്റർ, ഈ കഹാനി എഴുതിയത് ആരാണ്, ഇതിന്റെ നിർദ്ദേശകർ ആരാന്ന് നമ്മൾ പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതും പഠിക്കണ്ടെന്നല്ല, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ബൂഡി കാക്കിക്ക് ബേട്ടക ക്യാ ഹുവാ. ഈ തന്നിട്ടുള്ള പാരാഗ്രാഫിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു വാക്കുകൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാ പറയുന്നത്. ഈ വാക്കുകൾ ഇവിടെ ഈ ഒരു പാരാഗ്രാഫിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അറിയാത്തവർ എന്ത് ചെയ്യാ? അറിയാവുന്നവര് ബൂഡി കാക്കിയ ബേട്ടക ക്യാ ഹുവാ, ബൂഡി കാക്കിയുടെ മകൻ എന്ത് സംഭവിച്ചു വായിച്ചാൽ കിട്ടുന്നവർ എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇത് വായിച്ചിട്ട് ആൻസർ ചെയ്താൽ അല്ലെ. ഓക്കെ, ദെൻ ഇത് വായിച്ച സാറെ മനസ്സിലായില്ല എന്നുള്ളവർക്ക് വേണ്ടി പറയുവാണ്. ഓക്കെ, ബൂഡി കാക്കിക്ക് ബേട്ടേക്കോ ക്യാ ഹുവാ. ബേട്ടേനെ കുറിച്ചാണ്, മകനെ പറ്റി വെച്ചിട്ടല്ലേ. അപ്പൊ ഈ ഒരു സെന്റൻസില് അവരുടെ മകനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞോ നോക്കുക. അതെ, വിധവാ ഹുവേ ഉസ്കേ ജവാൻ ബേട്ടെ. കണ്ടോ, ഇവിടെ ബേട്ടെ എന്നുണ്ടല്ലേ. അപ്പൊ നോക്കുക, ബേട്ടേക്കോ ക്യാ ഹുവാ, മകൻ എന്ത് പറ്റി എന്താ നോക്കിക്കേ. ബേട്ടേക്ക് ബി അകാൽ മൃത്യു ഹുയി. വേറെ എവിടെയെങ്കിലും ബേട്ടനെ പറ്റി പറഞ്ഞോ? ഇല്ല. അപ്പൊ ഈ ഒരു സെന്റൻസ് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഒരു മാർക്ക് കിട്ടിയില്ലേ. അപ്പോ മകൻ എന്താ സംഭവിച്ചത്? മകൻ സംഭവിച്ചെന്താ? ഉസ്കെ ജവാൻ ബേട്ടേക്ക് ബി അകാൽ മൃത്യു ഹുയി. അവരുടെ മകൻ എന്താണ് സംഭവിച്ചത്? അകാലത്തിൽ മരണപ്പെട്ടു കേട്ടോ. അപ്പൊ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞതാണ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും വാക്കുകൾ ഈ ഒരു പാരാഗ്രാഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസേഴ്സിലോട്ട് എത്താൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അപ്പൊ ആൻസർ ഇതാണ്, ഉസ്കി ജവാൻ ബേട്ട കബി അകാൽ മൃത്യു ഹുയി. യെസ്, നെക്സ്റ്റ് നോക്കാം. ബൂഡി കാക്കി കിസ്കെ സാത്ത് രഹത്തെ ഹൈ. ബൂഡി കാക്കി ആരുടെ കൂടെയാണ് താമസിക്കുന്നത് അല്ലെ. സിമ്പിൾ ആണ് അല്ലെ, ബുദ്ധരാമിന്റെ കൂടെയാണ് താമസിക്കുന്നത് നമുക്കറിയാം. ഓക്കെ, ഇനി എഗെയിൻ ഞാൻ പറഞ്ഞ ടെക്നിക്ക് പറയാണ്. ബൂഡി കാക്കി കിസ്കെ സാത്ത് രഹത്തെ. നമ്മൾ ആ ഒരു പാരാഗ്രാഫിലോട്ട് നോക്കിയാൽ മതി. ആരുടെ കൂടെയാണ് താമസിക്കുന്നത് നോക്കാം. കിസ്കെ സാത്ത് രഹത്തെ ഹേ. എവിടെയാ താമസിക്കുന്നത്? എവിടെയും പറഞ്ഞിട്ടുണ്ടോ? യെസ്, ഇവിടെ നോക്കാം അല്ലെ. ഇത് ഇവിടെ നോക്കാം കേട്ടോ. കാക്കി അപ്നി സാരി സമ്പത്തി ഭതീജയ്ക്ക് നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി ഥി. തന്റെ അനന്തരവന്റെ പേര് വെച്ചിട്ട്, അത് നെഫ്യൂന്റെ പേര് വെച്ചിട്ട് അവരുടെ കൂടെയാണ്, ബുദ്ധരാമന്റെ കൂടെയാണ് താമസിക്കുന്നത് അല്ലെ.
ഈ ഒരു സെന്റൻസ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ബുദ്ധിരാമന്റെ കൂടെയാണ് താമസിക്കുന്നത് എഴുതിയാലും കറക്റ്റ് ആണ്. ബൂഡി അപ്പിന് സാരി സമ്പത്തി ഭതീജെ, അതായത് ബുദ്ധിരാമന്റെ നാം കർവാക്കർ പേരിലാക്കിക്കൊണ്ട് ഉസ്കെ സാദ് അവന്റെ കൂടെയാണ് താമസിക്കുന്നത്. യെസ്, 2 മാർക്ക് കിട്ടിയില്ല മക്കളെ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ആ ഒരു മോഡിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുവാണ്, ശ്രദ്ധിക്കുക. सूचना बूढ़ी की शस्ती का अंश बढ़े और 5 से 8 तक के प्रश्नों के उत्तर लगे. 5 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇതാണ്. അപ്പോൾ തന്നിട്ടുള്ള സെന്റൻസ് ഒന്ന് വായിക്കാം. वे लोग बात बात पर बूढ़ी काकी का अवमान और तिरस्कार करते थे. അവര് ഓരോ കാര്യത്തിനും നമ്മുടെ അമ്മായിയെ അപമാനിക്കാനും അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാനും തുടങ്ങി. ഭർപേറ്റ് ഭോജൻ സെ ബി വഹ വഞ്ചിതി, വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും അവര് ചീറ്റ് ചെയ്യപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. ജോ റിസ്തെ ടീലി ബുനിയാദ് പർ ടിക്കെ ഹോത്തെ വേ റിസ്തെ ഗദം ഹോ ജാത്തെ, അതായത് ലൂസായിട്ട് അല്ലെങ്കിൽ വളരെ അയഞ്ഞു പോകുന്ന ബന്ധങ്ങൾ അധിക കാലം നിലനിൽക്കില്ല. छोटी लड़की लाडली परिवार में एकमात्र ऐसी ही जो गरीब आत्मा को देखभाल करती थी. ആ ഗരീബ് ആത്മാ എന്ന് പറയുന്നത് എന്താണ്? പട്ടിണിയായ ആത്മാ അല്ലെ. അപ്പൊ ആ ഗരീബ് ആത്മാ നമ്മുടെ ബൂഡിയാണ് സൂചിപ്പിക്കുന്നത്. ആ ബൂഡിയോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിച്ചിട്ടുള്ളത് ആരാണ്? ആ വീട്ടിലെ സ്നേഹനിധിയായിട്ടുള്ള ലാഡ്ലിയാണ് അല്ലെ. ലാഡ്ലി എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ബുദ്ധിരാമിന്റെയും രൂപയുടെയും മക്കളാണ്. നോക്കട്ടോ. അപ്പൊ നോക്കുക, ശ്രദ്ധിക്കാം. मुंशी प्रियंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. മുംഷി പ്രിയചന്ദ്രയിലുള്ള ഒരു അവിസ്മരണീയമായ ഈ ഒരു കഥയിലെ ഗുൽസാറിന്റെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ഒരു ലഘു ഫിലിമാണ് നമ്മുടെ ബൂഡികാക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസോട് പോവാം. ബുദ്ധിരാമ और रूबा की बेटी की नाम क्या है? ബുദ്ധിരാമിന്റെയും രൂപയുടെയും മകളുടെ പേരെന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ലാഡ്ലി എന്നാണ് പേര്. ദെൻ നോക്കുക, ബൂഡിക की कहानी में किस समस्या की ओर इशारा करती है? ഇത് കുറച്ച് പഠിച്ചു കേട്ടോ. അപ്പോൾ ബൂഡികാക്കി എന്നുള്ള ഈ ഒരു കഥയില് എന്ത് പ്രശ്നത്തെ കുറിച്ചിട്ടാണ് വിരൽ ചൂണ്ടുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്? ആൻസർ നോക്കാം. മാനവീയ കരുണാക്കി ഭാവനാസെ ഓത്പ്രേത് ഇസ് കഹാനി में ബൂട്ടാപ്പ की समस्या को प्रस्तुत किया गया है. അപ്പൊ ഈ ഒരു കഥയില് മാനവീയ കരുണ, മനുഷ്യന്റെ കരുണയെ നിറഞ്ഞു തുളുമ്പുന്ന ഈ ഒരു കഥയില് ബൂട്ടാപ്പയ്ക്ക് സമസ്യ, അതായത് നമ്മുടെ വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോ എല്ലാവരും ഈ ഒരു ഫസ്റ്റ് സെന്റൻസിലും പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സെന്റൻസ് മതി. ദെൻ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം? वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाला सामाजिक यथार्थ की ओर कहानी इशारा करती है. വൃദ്ധജനങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കിയ ശേഷം അവർ ഉപേക്ഷിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പ്രശ്നത്തിലേക്കാണ് ഈ ഒരു കഥ വിരൽ ചൂണ്ടുന്നത് കേട്ടോ. അപ്പൊ ഇത് എഴുതിയാല് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. 2 മാർക്ക് കിട്ടുവേ. നെക്സ്റ്റ് നോക്കാം. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആട്ടോ. लाडली और काकी के बीच में होने वाली वार्तालाप लिखें. ഈ വാർത്താലാപ് പഠിച്ച വേറൊരു ഗുണം കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പൊ അത് നമുക്ക് വാർത്താലാപ് നോക്കാം കേട്ടോ. അപ്പൊ ലാഡ്ലിയും ദാദിയും തമ്മിലുള്ള, നമ്മുടെ ബൂഡികാക്കിയും തമ്മിലുള്ള ഒരു വാർത്താലാപാണ്. അപ്പൊ ലാഡ്ലി വയസ്സായത് കൊണ്ട് അമ്മായി എന്തായിരിക്കും? ദാദി എന്ന് വിളിക്കുന്നത്. ലാഡ്ലി പറയുവാണ്, ദാദി അമ്മൂമ്മേ. കാക്കി ഹാ ബേട്ടെ, എന്താ മോനെ? ലാഡ്ലി ക്യാ ഹുവാ ദാദി, വാട്ട് ഹാപ്പൻ, എന്ത് പറ്റി ദാദി എന്ന് ചോദിക്കാം കേട്ടോ. കാക്കി കുച്ച് നെയ്, ഒന്നുമില്ലടാ. ലാഡ്ലി ദാദി ആപ്കി ചെഹ്റ ക്യോं इतनी परेशान दिख रही है? നിങ്ങളുടെ മുഖം എത്ര വിഷമിച്ചിരിക്കുന്നേ? കാക്കി മുझे ഭൂഖ് ലഗ് रही है, എനിക്ക് വിശക്കുന്നുണ്ട് മോനെ. ദാദി ആപ്കോ ഖാന ദിയാ നഹീ ഹൈ ക്യാ? നിങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല ഇവിടുന്ന്? मैं अपनी सारी संपत्ति उपहार में देने के बाद ऐसी है, എന്റെ സ്വത്ത് മുഴുവൻ കൊടുത്ത ശേഷം ഇങ്ങനെയാ മോനെ കാണിക്കുന്നേ. പത്താ നഹീ ആകെ मैं क्या करूं, ഇനി ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല മോനെ. ലാഡ്ലി ചിന്താ മത് കരോ, വിഷമിക്കണ്ട. मैं आपको ഖാന ദേ दूंगा, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. കാക്കി ടീക്കേ തും സച്മേ ലാഡ്ലി, ശരിടാ നീ യഥാർത്ഥത്തിൽ ഒരു ലാഡ്ലി തന്നെയാന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ലാഡ്ലിക്ക് ഡയറി കാക്കിക്ക് ബാരേമേ, ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ലാഡ്ലിയുടെ ഡയറി പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം ഡയറിയുടെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് താരീഖ് അല്ലെ. ഓക്കെ, ദെൻ ഒരു ഡയറി സ്റ്റാർട്ട് എങ്ങനെ ചെയ്യാം? ഇന്നൊരു നല്ല ദിവസമാണെന്നോ ഇന്നൊരു മോശം ദിവസമാണെന്നോ എഴുതാം അല്ലെ. അത് ഡേയ്സിനെ ബേസ് ചെയ്തിരിക്കും അല്ലെ. ഇപ്പൊ ടീച്ചർമാരുടെ കയ്യിൽ നമുക്ക് അടിയിട്ടുവാണെങ്കിൽ നമുക്കത് മോശം ദിവസമായിരിക്കും. അപ്പോ ശ്രദ്ധിക്കുക, നല്ല ദിവസമാണെങ്കിൽ എഴുതാ ആജ് ബഹുത്ത് ഗുഷു, മെയിം ആജ് ബഹുത്ത് ഗുഷു അല്ലെ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ വളരെ സന്തോഷമാണ്. ദുഃഖിതനാണെങ്കിലോ, നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ, നമുക്ക് കുറച്ച് വിഷമുണ്ടെങ്കിലോ ആജ് മെയിം ബഹുത്ത് ദുഃഖവും, ഇന്ന് വളരെ ഞാൻ ദുഃഖിതനാണ്. ആജ് കദിൻ മേ കൈസേ ബൂലു, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഇൻട്രൊഡക്ഷൻ ആയല്ലോ. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോവാം? നമുക്ക് എന്ത് മാറ്റർ ആണ് എഴുതേണ്ടതെന്നുള്ളത് പോവാം. അപ്പൊ മാറ്റർ വിഷയം എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. അതായത് അവരുടെ ഡയറിയാണ്, എന്തിനെ കുറിച്ചുള്ളതാണെന്നാണ് വിഷയം. അപ്പൊ നോക്കുക, ആരുടെ ഡയറിയാ? ലാഡിലെ ഡയറിയാണ്. എന്തിനെ കുറിച്ചുള്ളതാ? കാക്കയെ കുറിച്ചിട്ടുള്ള അല്ലെ. അപ്പൊ ആ കാര്യം നമ്മൾ എഴുതാ. ക്ലോസിംഗ് വരും
ആജ് ക ദിൻ മേ കബി നഹി ഭൂലൂങ്ക. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ ഒരു 4 മാർക്കാണെങ്കിൽ ഒരു 1.5 മാർക്ക് എന്തായാലും ടീച്ചർ ഇട്ട് തരും കേട്ടോ. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മാത്രം. ഓക്കെ, ബാക്കി നമുക്ക് അപ്പൊ ഇനി മാറ്റർ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. യെസ്, താരിഖ് ഡേറ്റ് ഉണ്ട് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രോ ഇതിനകത്ത് കൂടി ചേർക്കണി ചേർക്കാം കേട്ടോ. മേരാ ഘർ മേ ഏക് സ്നേഹ് ഭരി കാക്കി, എന്റെ വീട്ടില് സ്നേഹനിധിയായ ഒരു കാക്കിയുണ്ട്. ജിനെ മേ ബച്പൻ സെ ദേഖ് രഹി ഹൂം, അവരെ ഞാൻ ചെറുപ്പം മുതലേ കാണുവാണ്. വേ മുജ്സെ ബഹുത് പ്യാർ കർത്തി ഹൂം, അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ലേക്കിൻ അബ് ബൂട്ടാബ കി സമസ്യ ഉനെ ബഹുത് സതാത്തി ഹൈ, പക്ഷെ ഇപ്പോൾ ആ വാർദ്ധക്യത്തിന്റെ സമസ്യ പ്രശ്നങ്ങൾ അവരെ ഒരുപാട് വേട്ടയാടുന്നുണ്ട്. മേരാ മാതാപിതാ കാക്കി കി ദേഖ്ഭാൽ ടീക് തരസെ നഹി കർത്തെ, എന്റെ അച്ഛനും അമ്മയും ഇപ്പോ ലാഡ്ലി പറയുവാണ്. എന്റെ അച്ഛനമ്മയും, അതായത് നമ്മുടെ ബുദ്ധരാമും രൂപയും, എന്റെ അച്ഛനമ്മ എന്ന് വെച്ചാൽ ബുദ്ധരാമിന്റെ രൂപയാണ് കേട്ടോ. അവര് നമ്മുടെ ബൂഡി കാക്കിനെ, അമ്മായിയെ നല്ല രീതിയിൽ നോക്കുന്നില്ല. ആ ഒരു ഖാനയ്ക്ക് വ്യവസ്ഥ ബി ടീക് നീയെ, അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന കാര്യവും നല്ല രീതിയിൽ പോകുന്നില്ല. അവർക്ക് ഫുഡ് കൊടുക്കാറില്ല അത് ഉദ്ദേശിക്കും കേട്ടോ. ദാദി ഹമാര ഹമേഷ ഉദാസിയെ, ദാദി എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന കാണാം. ക്യോങ്കി ഉനക്കെ പതി അവർ ബേട്ടയ്ക്ക് മൗത്ത് ഹോ ചുക്കി, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, കൂടാതെ അകാലത്ത് അവരുടെ മകനും മരിച്ചുപോയി. മേരാ പിതാവുൻക പതിജഹേ, എന്റെ അച്ഛൻ അവരുടെ അനന്തരവനാണ്, നെഫ്യൂ ആണ്. ഇസ്ലീ ദാദിനെ പൂരാ സമ്പത്തി മേരെ പിതാക്കെ നാം കർവാക്കരെ ഹാൻ എത്തി, അതുകൊണ്ട് തന്നെ അവര് മുഴുവൻ സ്വത്തും എന്റെ അച്ഛന്റെ പേരിലാക്കിയിട്ട് ഇവിടെ താമസിക്കുകയാണ്. ജബ് മേ ഉനെ ഇസ് തര ഉദാസ് ദേഖ്താ ഹൂം തോ മുझे भी बहुत दुख होता है, ഞാൻ എപ്പോഴൊക്കെയാണോ അമ്മായി നമ്മുടെ ഈ ദാദി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ എനിക്കും വിഷമം വരാറുണ്ട്. മേ ഉനെ ഖുഷ് രഹ്നെ കി കോശിഷ് കർത്താ, ഞാൻ അവരെ ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഡയറി പ്രതീക്ഷിക്കാം കേട്ടോ, ലാഡിലെ ഡയറി പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, വാർത്താലാപിന്റെ കാര്യം അല്ലെ. അപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പട്കഥ കേട്ടോ. എന്തായാലും സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ പട്കഥയുടെ ഫോർമാറ്റ് ആദ്യം പഠിക്കാം. നമുക്ക് ആദ്യം പട്കഥ എഴുതുമ്പോൾ സീൻ നമ്പർ എഴുതണം, അത് ദൃശ്യം എന്ന് പറയും കേട്ടോ. ദൃശ്യം നമ്പർ 1. ദെൻ ഈ ഒരു സീൻ, ഈ ഒരു ദൃശ്യം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു സീൻ എവിടെയാണ് നടക്കുന്നത് നമ്മൾ മെൻഷൻ ചെയ്യണം, അതിനാണ് സ്ഥാൻ കേട്ടോ. സ്ഥാൻ ഇംഗ്ലീഷിലെ പ്ലേസ്, ഏത് സ്ഥലത്താണ് നടക്കുന്നത് എന്ന് എഴുതാം. ദെൻ സമയം, ഏത് ടൈമിലാണ്, രാവിലെയാണോ വൈകുന്നേരം എന്നുള്ള കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ കൊടുക്കണം. ദെൻ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പാത്രമാണ് അല്ലെ. പാത്രം ആരൊക്കെയാണ്? ദെൻ ദാദിയും ദെൻ ലാഡ്ലി എടുക്കുക, അതായത് നമ്മുടെ ബൂഡികാക്കിയും ലാഡ്ലി എടുക്കുകയാണെങ്കിൽ അവരുടെ പേര് എഴുതുക, അവരുടെ വയസ്സ് എഴുതുക. നമ്മുടെ ബൂഡികാക്കി വേണമെങ്കിൽ ഒരു സാട്ട് കൊടുക്കാം അല്ലെ, 60 വയസ്സ് കൊടുക്കാം. ലാഡ്ലിക്ക് വേണമെങ്കിൽ ഒരു 13 വയസ്സും കൊടുക്കാം. ഓക്കെ, ദെൻ വേഷ്ഭൂഷ്. ദെൻ നമ്മുടെ ബൂഡികാക്കി എന്തായിരിക്കും? സാരി അല്ലെ, സാരി ആയിരിക്കും. ദെൻ നമ്മുടെ ലാഡ്ലിക്ക് വേണമെങ്കിൽ ചുരിദാറോ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് കൊടുക്കാം കേട്ടോ, ചുരിദാർ കൊടുത്താലും മതി. ദെൻ സന്ദർഭം എന്താണ്? ലാഡ്ലി ഓർ ബൂഡികാക്കി ബാത് കർ റേ, എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റി ഒരു ചെറിയൊരു നോട്ടോടെ എഴുതിയാൽ മതി അല്ലെ. ലാഡ്ലി ഓർ ബൂഡികാക്കി ബാത് കർ റേ എന്ന് കൊടുക്കാം. ദെൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം, വാർത്താലാപ്. ഈ ക്യാരക്ടേഴ്സിന്റെ കോൺവെർസേഷൻ ഓഫ് ക്യാരക്ടേഴ്സിന്റെ സംഭാഷണമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇത്രയും കാര്യം അറിയാം, ഒരു കോൺവെർസേഷൻ അറിയാമെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ പട്കഥ എഴുതാൻ സാധിക്കത്തില്ലേ? യെസ്, സാധിക്കും കേട്ടോ. അപ്പോ എല്ലാവരും വാർത്താലാപ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു പട്കഥ ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതാം, 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിക്കോട്ടെ അത്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ബൂഡികാക്കി എന്ന ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 4-7 മാർക്ക് ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.